വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഡിസംബർ മാസത്തിലെ പാർട്ട് 2 ആണിത്. അപ്പോൾ വളരെ കുറച്ച് ഇമ്പോർട്ടൻസ് വന്ന എത്രയും ഷോർട്ടാക്കാവോ അത്രയും ഷോർട്ടാക്കി വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. കുറച്ച് പഠിച്ച് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടു നോക്കൂ. സപ്പോർട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഡിസംബർ 11 ഇൻ്റർനാഷണൽ മൗണ്ടെയിൻ ഡേ. ഡിസംബർ 11 ഇൻ്റർനാഷണൽ മൗണ്ടെയിൻ ഡേയുടെ തീം 2025 ഗ്ലിസറേസ് മാറ്റർ ഫോർ വാട്ടർ, ഫുഡ് ആൻഡ് ലൈവ്ലിഹുഡ്സ് ഇൻ മൗണ്ടെയിൻസ് ആൻഡ് ബിയോണ്ട്. 2025 വൈലോപ്പിള്ളി സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹതയായത് അമൃത കേളകം. രണ്ടിലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് വേണ്ടി മൊബിലിറ്റി അസിസ്റ്റ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൊമ്പെഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബംഗളൂരു. 2025 ഡിസംബറിൽ നവരത്ന പദവി ലഭിച്ച ആസാമിലെ പൊതുമേഖലാ സ്ഥാപനമാണ് നുമാലിഗഡ് റിഫൈനറി. ഡിസംബർ 12 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃനാമകരണം ചെയ്തത്. പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന, പുതിയ പേര്. 100 തൊഴിൽ ദിനങ്ങളായിരുന്നത് 122 തൊഴിൽ ദിനങ്ങളാക്കി കൂട്ടി. ഇന്ത്യയിലെ ആദ്യ ഊർജ മ്യൂസിയം നിലവിൽ വരുന്ന നഗരം ബീഹാറിലെ പാട്ന. സമഗ്ര കായിക വികസനം ലക്ഷ്യമിട്ട് യങ് ഇന്ത്യ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്ന സംസ്ഥാനം തെലങ്കാന. 2025 ഡിസംബറിൽ ഭൗമസൂചികാ പദവി ജീവൻ ടാഗ് ലഭിച്ച പശ്ചിമ ബംഗാളിലെ കാർഷിക ഉൽപ്പന്നം ഡാർജിലിംഗ് മാൻഡറിൻ ഓറഞ്ച്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനാവുന്നത് PR രമേശ്. ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് PR രമേശ്. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്തമായ കൺഫഷൻസ് ഓഫ് എ ഹോപ്പ് ഹോളിക് എന്ന പുസ്തകത്തിലൂടെ പ്രശസ്തയായ വ്യക്തി ആരാണ്? സോഫി കെൻസല്ല. ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2025 വേദിയായത് പഞ്ചകുള, ഹരിയാന. ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2025 വേദിയായത് പഞ്ചകുള, ഹരിയാന. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ഡിസംബർ 13 ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് രാജ്കുമാർ ഗോയലാണ്. പദവിയിലെത്തുന്ന 13ാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. രാജ്കുമാർ ഗോയൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്ന 13ാമത്തെ വ്യക്തി. മുൻ കേന്ദ്ര നിയമ സെക്രട്ടറി. സ്വദേശം ഉത്തർപ്രദേശ്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം VB ലേക്ക് ടൗൺ, കൊൽക്കത്ത. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മറൈൻ എയ്ഡ്സ് ടു നാവിഗേഷൻ കൗൺസിലിന്റെ 3ാം സെക്ഷൻ ഉദ്ഘാടനം ചെയ്തത് മുംബൈ. കേരളത്തിൽ സർവകലാശാലകളിൽ VC നിയമന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സുപ്രീം കോടതി നിയമിച്ച ചർച്ചാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ. ഡിസംബർ 14 2026 നടക്കാനിരിക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. പ്രൊജക്ട് സാൻഡ്കാച്ചർ ഏത് സംഘടനയുടെ സംരംഭമാണ്? ഗൂഗിൾ.
കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണമെന്നത് സംബന്ധിച്ച് പോലീസിന് പരിശീലനത്തിനായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ബോധ്യം. യുദ്ധവിമാന പൈലറ്റുമാരുടെ സുരക്ഷ ഒരുക്കാനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് ഒരുക്കാനുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഇന്ത്യ. ഡിസംബറിൽ നടന്ന സാൻ സാൻറ്റ് ഫെസ്റ്റിവലിന്റെ വേദി ചന്ദ്രഭാഗ ബീച്ച്, ഒഡീഷ. ഇന്ത്യ 2025-29 കാലയളവിലേക്ക് ഏത് അന്താരാഷ്ട്ര സമിതിയിലേക്കാണ് വീണ്ടും തെരഞ്ഞെടുക്കുന്നത്? യുനെസ്കോ എക്സിക്യൂട്ടീവ് ബോർഡ്. UGC, AICTE, NCTE എന്നിവയ്ക്ക് പകരമായി ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്റർ രൂപീകരിക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയ ബില്ലാണ് വികസിത് ഭാരത് ശിക്ഷ അധ്യക്ഷൻ ബിൽ. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബൈക്ക് റെന്റൽ സർവീസ് ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട്. 2025 പ്രസിഡന്റ്സ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരീൻ. ഡിസംബർ 16, 2025 ഡിസംബറിൽ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന രാജ്യങ്ങൾ: ജോർദാൻ, എത്യോപ്യ, ഒമാൻ. 2025 ഡിസംബറിൽ SBIയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് രവി രഞ്ജൻ. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സാഹിത്യകാരൻ M. രാഘവൻ. ക്ഷേമ പദ്ധതിയുടെ വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതിനായി മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ 2024 AI വൈബ്രൻസി സൂചകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ദി വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്ന ആത്മകഥ ശിഖർ ധവാൻ. 2025 ഡിസംബറിൽ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായി ജോയി അന്റോണിയോ കാസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു? ചിലി. ഡിസംബർ 17, 2025 ഫിഫ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് ഒസ്മാൻ ഡെംബലെ, PSG, ഫ്രാൻസ്. മികച്ച വനിതാ താരം ഐറ്റാന ബൊൺമാറ്റി, ബാഴ്സലോണ, സ്പെയിൻ. മികച്ച ഗോൾ കീപ്പർ ജിയാൻലൂജി ഡോണറുമ്മ, ഇറ്റലി, മാഞ്ചസ്റ്റർ സിറ്റി. മികച്ച വനിതാ ഗോൾ കീപ്പർ ഹന്ന ഹാംപ്ടൺ, ഇംഗ്ലണ്ട്, ചെൽസി. മികച്ച ഗോൾ സാന്റിയാഗോ മോണ്ടിയൽ, അർജന്റീന. മികച്ച ഗോൾ മാട്ര അവാർഡ് ലിസ്ബത്ത് ഒവാലെ, മെക്സിക്കോ. മികച്ച കോച്ച് ലൂയി എൻട്രിക്ക, PSG. മികച്ച വനിതാ കോച്ച് സെറീന വിഗ്നമാൻ, ഇംഗ്ലണ്ട്. ഫെയർ പ്ലേ അവാർഡ് ഡോക്ടർ ആൻഡ്രിയാസ് ഹാർലാസ് ന്യൂക്ലിൻ, ജർമ്മനി. കേരള ഊർജ സംരക്ഷണ പുരസ്കാരം 2025 വൻകിട ഉപഭോക്താക്കളുടെ വിഭാഗത്തിൽ ഒന്നാമത് എത്തിയത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ബിൽഡിംഗ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് തിരുവനന്തപുരം വിമാനത്താവളം. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ സീസ തോമസ്. ഡിസംബർ 18 അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം. ഡിസംബർ 18 ലോക ന്യൂനപക്ഷ അവകാശ നിയമം ദിനം. ഡിസംബർ 18 എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ ലഭിക്കുന്ന ആദ്യ രാഷ്ട്ര നേതാവ് നരേന്ദ്ര മോദി. 2025 ഡിസംബറിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച ഗൾഫ് രാജ്യം ഒമാൻ. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ
തോന്നയ്ക്കൽ. തൊണ്ണൂറ്റെട്ടാമത് ഓസ്കാറിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രം. സയ്യിദ് മുസ്താഖലി. ക്രിക്കറ്റ് കിരീടം 2025 നേടിയത് ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി നിലവിൽ വരുന്ന സംസ്ഥാനം കേരളം. PME ഡ്രൈവ് പദ്ധതിയുടെ ഭാഗമായി NH-66 പുതിയ ഇടനാഴി യാഥാർത്ഥ്യമാകുന്നത്. ഇതിൽ 98ാമത് ഓസ്കാറിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രം ഏതാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഡിസംബർ 19 കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് സൗമൻ സെൻ. നിലവിൽ മേഘാലയ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസാണ് നിതിൻ ചാംതാർ. ജനുവരി 9 വിരമിക്കും. സിക്കിം ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്ന മലയാളി ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്. സിക്കിം ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്ന മലയാളി ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്. KK ശൈലജയുടെ ആത്മകഥയായ മൈ ലൈഫ് ആസ് എ കോമ്രേഡിന്റെ തമിഴ് പരിഭാഷ മക്കളിൻ തോഴർ. ഇരവികുളം ദേശീയോദ്യാനത്തിലെ ആനമുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഈണം സസ്യം പൊജസ്റ്റെമോൺ അനമുടിയക്കം. ഡിസംബറിൽ അന്തരിച്ച ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഡിസൈനറായ വിഖ്യാത ഇന്ത്യൻ ശില്പി റാം വി സുധർ. ഇന്ത്യയുടെ മെക്കാഞ്ചലോ എന്നറിയപ്പെടുന്നതാണ് റാം വി സുധർ. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് 1999 പത്മഭൂഷൺ 2016. പാർലമെന്റ് പരിസരത്തെ മഹാത്മാഗാന്ധി പ്രതിമയുടെയും മുഖ്യ ശില്പി. ഇന്ത്യയുടെ ഏറ്റവും വലിയ നാവിക അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ പ്രൊജക്ട് സീബേർഡിന്റെ ആസ്ഥാനം INS കദംബ കാർവാർ. ഡിസംബർ 20 2025 അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനത്തിന്റെ പ്രമേയം സോളിഡാരിറ്റി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് യുണൈറ്റിംഗ് കമ്മ്യൂണിറ്റീസ് ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ. 2025 ഡിസംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത ഫാസ്റ്റ് പെട്രോൾ വെസൽ ICGS അമൂല്യ. ഡിസംബറിൽ പ്രഥമ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചി. മാംഗോ, അവക്കാഡോ എന്നീ പേരുകളിൽ പുതിയ AI മോഡലുകൾ അവതരിപ്പിച്ച ടെക് കമ്പനി മെറ്റ. 2025 ഫിഫ അറബ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ മൊറാക്കോ. യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ സ്റ്റെപ്പൻഡ് ഉൾപ്പെടെ നൽകി നൈപുണ്യ പരിശീലനം നൽകുന്ന പദ്ധതി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ വ്യക്തി ശ്രീനിവാസൻ. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ 4 ലേബർ കോഡുകളെക്കുറിച്ച് പഠിക്കുന്നതിനായി കേരള സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് V. ഗോപാലഗൗഡ.